കാപ്പ കേസ് പ്രതിയായ സ്വന്തം കൗൺസിലർ സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ബി.ജെ.പിക്ക് അത്ര സുഖിച്ചിട്ടില്ല. കഴിഞ്ഞയാഴ്ചയാണ് സുഗതനെ വട്ടിയൂർക്കാവ് പോലീസ് രാത്രിയിൽ അതിസാഹസികമായി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. വീട്ടിലെത്തിയ പോലീസിനോട് സുഗതൻ തട്ടിക്കയറുന്നതും മാന്യതയില്ലാതെ പെരുമാറുന്നതും നാം കണ്ടതാണ്. കളക്ടർ കാപ്പ കേസ് ചുമത്തിയതിനും വധശ്രമ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനും പിന്നാലെയാണ് പോലീസ് അന്ന് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത്. പക്കാ ക്രിമിനലായ സുഗതന് വേണ്ടി കോർപ്പറേഷൻ മേയർ വി രാജേഷ് ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. വട്ടിയൂർക്കാവ് SHO വിപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുഗതനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് തടസ്സമുണ്ടാകുമെന്ന് കണ്ടപ്പോൾ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചാണ് സുഗതനെ കസ്റ്റഡിയിലെടുത്തത്. അന്നു മുതൽ SHO വിപിനെതിരെ തെരുവിൽ സമരം നടത്തുകയാണ് BJPയും യുവമോർച്ചയും. പോലീസ് നടത്തിയത് ചീപ്പ് ഷോ എന്നായിരുന്നു BJP കൗൺസിലറായ മുൻ DGP R ശ്രീലേഖ പ്രതികരിച്ചത്. ഇന്ന് യുവമോർച്ച വിപിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയാണ് പ്രതിഷേധിച്ചത്. സമരത്തിൽ വിപിനെ ഭീഷണിപ്പെടുത്തുകയാണ് നേതാക്കൾ. വിപിൻ ഒരിടത്തും ജോലിയെടുത്ത് ജീവിക്കാമെന്ന് കരുതേണ്ട എന്നാണ് യുവമോർച്ചയുടെ ഭീഷണി. എന്നാൽ ഗുണ്ടകളുടെ കാര്യത്തിൽ പോലീസ് നയമെന്തെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുണ്ടയെ പിടികൂടിയതിന്റെ പേരിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നതിൽ ശക്തമായ നടപടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പ്. കാരണം പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയും അംഗീകരിക്കില്ലെന്നാണ് ചെന്നിത്തലയുടെ നിലപാട്. ഇന്ന് യുവമോർച്ച നടത്തിയ ഭീഷണി പ്രസംഗത്തിന്റെ വീഡിയോ കാണാം. BJP പ്രവർത്തകരെയൊക്കെ പിടിച്ച് ജയിലിലടച്ച് അകാരണമായി പിടിച്ച് ജയിലിലടച്ച് മർദ്ദിച്ചിട്ട് അങ്ങനെ വിപിൻ നല്ല രീതിയിൽ അങ്ങനെ കേരളത്തിൽ ഒരിടത്തും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട അതിശക്തമായിട്ടുള്ള പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തുനിന്നുണ്ടാകും. നമുക്കറിയാം, ഇവിടെ ഭരണം മാറി. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പ് വന്നു. പക്ഷെ ഇവിടുത്തെ പോലീസ് മാറിയിട്ടില്ല. ഇവിടുത്തെ പോലീസ് ഇപ്പോഴും CPMന്റെ ചട്ടുകമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ CPMന്റെ ചട്ടുകമായിട്ടാണ് CI വിപിനും ഇവിടുത്തെ പോലീസുകാരും പ്രവർത്തിക്കുന്നത്. അതിനെതിരെയാണ് BJP യുവമോർച്ച ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് വിചാരിക്കേണ്ട. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇത്തരത്തിൽ അതിശക്തമായിട്ടുള്ള സമരം നടക്കാൻ പോവുകയാണ്. വിപിന്റെ അങ്ങ് നാട്ടിൽ ചെങ്ങന്നൂർ വരെ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പടിക്കലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും അതിശക്തമായിട്ടുള്ള സമരവുമായി വരും ദിവസങ്ങളിൽ എത്തിച്ചേരും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അങ്ങനെ BJP പ്രവർത്തകരെയൊക്കെ പിടിച്ച് ജയിലിലടച്ച് അകാരണമായി പിടിച്ച് ജയിലിലടച്ച് മർദ്ദിച്ചിട്ട് അങ്ങനെ വിപിൻ നല്ല രീതിയിൽ അങ്ങനെ കേരളത്തിൽ ഒരിടത്തും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട അതിശക്തമായിട്ടുള്ള പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തുനിന്നുണ്ടാകും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഗതനെതിരെ കേസുകൾ ചുമത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു പോലീസിനെ വിട്ട് വിളിച്ചാൽ പോലും സ്റ്റേഷനിൽ ഹാജരാകുന്ന വ്യക്തിയാണ് അദ്ദേഹം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി വളരെ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഈ പ്രദേശത്തെ ജനങ്ങൾ വിജയിപ്പിച്ചത്. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളെ കൂടി വെല്ലുവിളിക്കുകയാണ് പോലീസ്. ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് യാതൊരു വിലയുമില്ല. ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിക്ക് ഇവിടെ യാതൊരു വിലയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ തിരുവനന്തപുരത്ത് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരമാണ് വരാൻ പോകുന്നത്. ഒരു കാപ്പ കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും ഇവിടെ പോലീസ് പാലിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കാപ്പ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള നോട്ടീസ് പോലും കൊടുത്തില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുചെന്നതിന് ശേഷമാണ് നിങ്ങൾ കാപ്പ കേസിൽ പ്രതിയാണ് എന്നുള്ള നോട്ടീസ് പോലും ഒപ്പിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഇങ്ങനെ കേരളത്തിൽ മൊത്തം ഒരു നിയമം നിൽക്കുമ്പോൾ എന്താണ് വട്ടിയൂർക്കാവ് പോലീസിന് മാത്രം ഒരു പ്രത്യേക നിയമം? വിപിൻ വിചാരിച്ചത് അങ്ങനെ വിപിൻ 2-3 ദിവസം കൂടെ ഈ വട്ടിയൂർക്കാവ് സ്റ്റേഷനകത്തുള്ളൂ. അതിനിടയ്ക്ക് ഇവിടെ കുറെ അക്രമങ്ങൾ നടത്തി അങ്ങ് പോകാമെന്നാണ് വിചാരിച്ചത്. വിപിൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നിരവധി അക്രമ സംഭവങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അത് പിണറായി സർക്കാർ ഇരിക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഹ്വാനം നൽകിയിട്ടാണ് ആ പരിപാടികളൊക്കെ നടത്തിയത്. പക്ഷേ ഇന്ന് നമ്മളൊരു കാര്യം ആലോചിക്കണം, ആ പോലീസുകാരൊക്കെ ഇന്ന് കേരളത്തിൽ നെട്ടോട്ടം ഓടുകയാണ് പല കേസുകളിലും പെട്ടുകൊണ്ട്. വിപിന്റെ അവസ്ഥയും മറ്റൊന്നായിരിക്കില്ല. അത് അതിശക്തമായിട്ടുള്ള പ്രതികരണം വിപിന്റെ ഭാഗത്ത് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നമ്മൾ കണ്ടു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീടിൽ റെയ്ഡുമായി വന്ന സമയത്ത് ഈ വട്ടിയൂർക്കാവ് പ്രദേശത്തുള്ള അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലുള്ള കാപ്പ കേസ് പ്രതികളും ക്രിമിനലുകളും എല്ലാവരും കൂടി വന്നിട്ട് ആ ED ഉദ്യോഗസ്ഥരുടെ വണ്ടി തള്ളി തകർത്തു. അന്ന് ഈ ജലപീരങ്കി ഒന്നും കണ്ടില്ല. നമ്മൾ ഈ പോലീസുകാരുടെ തോക്കും കണ്ടില്ല, ലാത്തിയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. അങ്ങനെ CPMകാർക്ക് അഴിഞ്ഞാടാനുള്ള എല്ലാ സൗകര്യവും ഇവിടുത്തെ പോലീസ് ഒരുക്കി കൊടുക്കുകയാണ്. യാതൊരു നടപടി അവർക്കെതിരെ എടുക്കുന്നില്ല.
ഈ ഇ ഡി ആക്രമണ കേസിലുള്ള നിരവധി ആൾക്കാർ ഇന്ന് പോലീസ് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇവിടുത്തെ ഒരു വലിയ നേതാവ് പറയുന്നു, നിങ്ങളെല്ലാവരും ഈ പ്രദേശത്തുള്ള മുഴുവൻ ഡിവൈഎഫ്ഐയുടെ ആൾക്കാരും നേരെ ബേക്കറി ജംഗ്ഷനിൽ വരണം, ഇ ഡി ഉദ്യോഗസ്ഥരെ തടയണമെന്നുള്ള ശബ്ദ സന്ദേശം ഉണ്ടായിട്ട് പോലും അവരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഇത് തൊട്ടു മുമ്പ് നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി CPM ഇവിടുത്തെ നേതാക്കൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ അതിൽ പ്രതിയാണ്. അവരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഇത് ഏകപക്ഷീയമായിട്ടുള്ള നടപടിയാണ് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും അതിശക്തമായിട്ട് തെടുക്കും. ഈ കേരളത്തിൽ എവിടെ വിപിൻ ജോലി ചെയ്യാൻ പോയാലും അവിടെയെല്ലാം നിങ്ങളുടെ പുറകിൽ യുവമോർച്ച